ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കനത്ത ചൂട് തുടരുകയാണ്. ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന, ഒഡീഷ സംസ്ഥാനങ്ങളിലും കനത്ത ചൂടാണ് തുടരുന്നത്. PR അരവിന്ദ് ചേർന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, കേരളത്തിൽ കനത്ത ചൂടാണ്, സമാനമായ സാഹചര്യം തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എങ്ങനെ? ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത ചൂട് തുടരുകയാണ്. ശക്തമായ ഉഷ്ണതരംഗം ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാജ്യത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില എന്ന് പറയുന്നത് 45.2 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. ജനങ്ങൾ കൃത്യമായി നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നതാണ് നിർദ്ദേശമുള്ളത്. കാരണം ഉച്ച സമയത്ത് വെയിൽ നേരിട്ട് ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും കൃത്യമായി തന്നെ എല്ലാവരും വെള്ളം കുടിക്കണം, അതുപോലെ തന്നെ വെയിലിനെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടൊപ്പം തന്നെ സർക്കാരുകൾ നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അടുത്ത 3 ദിവസം കൂടി ശക്തമായ ഉഷ്ണതരംഗം ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. പ്രധാനമായും ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വരും ദിവസം താപനില ശക്തമായി ഉയർന്നേക്കാം. നിലവിൽ 40നും 45നും ഇടയിലാണ് ഡൽഹിയിലെ താപനില എന്ന് പറയുന്നത്. 45ലേക്ക് എത്തുമെന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും കൃത്യമായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ജാഗ്രതയും പാലിച്ച് മുന്നോട്ട് പോകണം. പരമാവധി ഉച്ച സമയങ്ങളിൽ വെയിലേൽക്കുന്നത് ഒഴിവാക്കണം അടക്കമുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട്. ഡൽഹിക്ക് പുറമെ ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, ഒഡീഷ സംസ്ഥാനങ്ങളിലും കനത്ത ചൂട് തുടരുകയാണ്. വരും ദിവസങ്ങളിലും ചൂട് ഉയരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. ശ്രീനിധി അമൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.